വൈഗ അണക്കെട്ടിൽ ജലനിരപ്പ് കുത്തനെ കുറഞ്ഞതോടെ തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിൽ. അണക്കെട്ടിൽ നിലവിൽ 20% വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത്. ജലക്ഷാമം രൂക്ഷമായതോടെ നിരവധി മേഖലകളിൽ കൃഷി ആരംഭിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അണക്കെട്ട് നിറഞ്ഞ് കാർഷിക ആവശ്യങ്ങൾക്കായി വെള്ളം തുറന്നുവിട്ടിരുന്നുവെങ്കിലും ഇത്തവണ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. തെക്കൻ തമിഴ്നാട്ടിലെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നായ വൈഗ അണക്കെട്ടാണ് ഇപ്പോൾ കടുത്ത ജലക്ഷാമം നേരിടുന്നത്. നിലവിൽ അണക്കെട്ടിൽ സംഭരണശേഷിയുടെ ഏകദേശം 20% വെള്ളം മാത്രമാണുള്ളത്. ഇതോടെ തേനി, മധുര, ദിണ്ടുക്കൽ, ശിവഗംഗ, രാമനാഥപുരം തുടങ്ങി വൈഗ ജലസേചന പദ്ധതിയെ ആശ്രയിക്കുന്ന നിരവധി പ്രദേശങ്ങളിൽ കൃഷി മുടങ്ങിയിരിക്കുകയാണ്. ஒரு நாள் விட்டு 2 நாள் விட்டு டேங்கில தண்ணி வருது விவசாயத்துக்கு. அதை என்னெல்லாம் விவசாயம் பண்ணிட்டு இருக்கீங்க? கரும்பு நடுவோம், வாழை நடுவோம், നെല്ല് നടുவோம். 3. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വൈഗ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മികച്ച മഴ ലഭിച്ചിരുന്നു. അതോടെ അണക്കെട്ട് നിറഞ്ഞ് കാർഷിക ആവശ്യങ്ങൾക്കായി വെള്ളം തുറന്നുവിടാനും കഴിഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ മഴ കുറവായതോടെ അണക്കെട്ടിലേക്ക് ആവശ്യത്തിന് വെള്ളം എത്തിയില്ല. അതിന്റെ പ്രത്യാഘാതമാണ് ഇപ്പോൾ കാർഷിക മേഖലയെ ബാധിച്ചിരിക്കുന്നത്. தண்ணி கிணறு வத்தி போச்சு. மழையில தண்ணி இல்ல, பூரா வாடி போய் கிடக்கு. வெங்காயம், தென்னை மரம், வாழை, செவாழை വാടി പോയി തന്നില്ല. വൈഗ അണക്കെട്ടിലേക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് സ്പിൽവേയിലൂടെ എത്തുന്ന വെള്ളവും പ്രധാന ആശ്രയമാണ്. എന്നാൽ മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് കുറഞ്ഞതിനാൽ ആവശ്യമായ അളവിൽ വെള്ളം ലഭിക്കാത്തതും നിലവിലെ പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. ജലലഭ്യത ഉറപ്പില്ലാത്തതിനാൽ നിരവധി കർഷകർ ഇത്തവണ കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.